ഹായ് ഹലോ ജിയോസ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ആക്ടിവിറ്റി ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററായ സിംഹരാജനും മാൻകുഞ്ഞും എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോകൾക്കായി STD2 ന്യൂ സിലബസ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ അതിൽ പോയി കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 നോക്കൂ. പ്രവർത്തനം 10.1 ചോദ്യങ്ങൾ കണ്ടെത്താം. സിംഹരാജനും മാൻകുഞ്ഞും കഥ വായിച്ചല്ലോ. കഥയിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ ചോദ്യങ്ങൾ താഴെ എഴുതൂ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതി നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നമുക്കെല്ലാവർക്കും നായാട്ടിന് പോകാമെന്ന് പറഞ്ഞതാര്? ആരാണ്? സിംഹം. 2 വേട്ടക്കാരുടെ വലയിൽ ആദ്യം അകപ്പെട്ടതാര്? മാൻകുട്ടി. 3 മാൻകുഞ്ഞ് ആദ്യം എന്തുകൊണ്ടാണ് കരഞ്ഞത്? വിശന്നതുകൊണ്ട്. 4 ആരാണ് മാനിന് പഴയ മാംസം കൊടുത്തത്? കടുവയും ചെന്നായയും. 5 കുറുക്കൻ എന്താണ് മാനിന് കഴിക്കാൻ കൊടുത്തത്? ഇളം പുല്ല്. 6 എന്തുകൊണ്ടാണ് മാൻകുഞ്ഞ് മാംസം കഴിക്കാതിരുന്നത്? കാരണം മാൻ സസ്യങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. 7 മാൻകുഞ്ഞ് പിന്നെയും കരഞ്ഞത് എന്തുകൊണ്ട്? അമ്മയെ കാണാൻ. 8 സിംഹം ആരെയാണ് തറപ്പിച്ചു നോക്കിയത്? കുറുക്കനെ. 9 മാൻകുഞ്ഞ് ആരെയാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞത്? സിംഹത്തെ. 10 സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നു, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും എന്ന് പറഞ്ഞതാരാണ്? കടുവയും ചെന്നായും. 11 സിംഹത്തിൻ്റെ ദേഹത്ത് മുഖം ചേർത്ത് കിടന്നപ്പോൾ മാൻകുഞ്ഞ് ആരെയാണ് ഓർമ്മ വന്നത്? അമ്മയെ. അടുത്ത പ്രവർത്തനം നോക്കൂ മക്കളെ. 10.2 വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം, പേരെഴുതാം. എന്താണ് പറയുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു ഇതേ പ്രവർത്തനം അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു മക്കളെ? യെസ്, വിരലിൽ പെയിൻറ്റ് കൊടുക്കുക, എന്നിട്ട് എന്തെങ്കിലും ജീവികളുടെ ചിത്രമാവാം, പൂവിൻ്റെ ചിത്രമാവൊക്കെ വരച്ചിട്ട് നിങ്ങളോട് അതിൻ്റെ പേരെഴുതാൻ, എന്ത് ചിത്രമാണ് നിങ്ങൾ വരച്ചത് അതിന് പേരെഴുതാനാണ് പറയുന്നത് കേട്ടോ. ടീച്ചറുടെ കുറച്ച് മോഡൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മക്കൾ ചെയ്ത് നോക്കണേ. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 10.3 കണ്ടെത്താം, എഴുതാം. കഥയിലെ മാൻകുഞ്ഞിനെ കുറിച്ച് എഴുതാം, നിറം നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ മാനിന് നല്ല ഭംഗിയുള്ളൊരു കളർ കൊടുക്കുക, എന്നിട്ട് മാനിനെ കുറിച്ച് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. നോക്കൂ. ഇളം മഞ്ഞ നിറത്തിലുള്ള ചന്തമുള്ള പുള്ളിമാൻ. ദേഹത്ത് വെളുത്ത പുള്ളികളുണ്ട്. കൊമ്പ് മുളച്ചു വരുന്നതേ ഉള്ളൂ. വിടർന്ന കണ്ണുകളും ചെറിയ വാലുമുണ്ട്. ടീച്ചർ അവിടെ മാനിന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾ നല്ല അടിപൊളിയായിട്ട് നിറം നൽകണേ. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 10.4 തരം തിരിച്ചെഴുതാം. മന്ദാരക്കാട്ടിൽ എത്തിയ ജീവികളെ കണ്ടല്ലോ. മറ്റാരൊക്കെ ഉത്സവം കൂടാൻ വന്നിട്ടുണ്ടാവും. ജീവികളെ തരം തിരിച്ചെഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം നോക്കൂ. നടന്നു വന്നവർ, അതിൽ ആരും ഇല്ല. പിന്നെ നോക്കൂ, പാമ്പ് എന്ന് തന്നിട്ടുണ്ട്. പാമ്പ് എങ്ങനെയാണ് മക്കളെ വരിക? ഇഴഞ്ഞു വരുന്നവരാണല്ലേ. അപ്പം അവിടെ ഇഴഞ്ഞു വന്നവർ എന്ന് എഴുതാം. നെക്സ്റ്റ് പരുന്ത്. പരുന്ത് എങ്ങനെയാണ് മക്കളെ വരിക? പറന്നാണ് വരിക അല്ലേ. പറന്നു വന്നവർ എന്നും എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പട്ടിക പൂർത്തിയാക്കാം കേട്ടോ. നടന്നു വന്നവർ ആന, കുതിര, കടുവ, പുലി, മാൻ, സിംഹം, മുയൽ, കുറുക്കൻ, സീബ്ര, ജിറാഫ്. ഇഴഞ്ഞു വന്നവർ പാമ്പ്, ചേര, മുതല, പഴുതാര, ആമ, പല്ലി, ഒച്ച്, ഓന്ത്, അരണം, അട്ട. പറന്നു വന്നവർ പരുന്ത്, തത്ത, പ്രാവ്, മയില്, കുയിൽ, കുരുവി, കഴുകൻ, കാക്ക, മൂങ്ങ, മരം കൊത്തി. ഓക്കെ, ഇനിയും മക്കൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 10.5 ജീവികളെ തരംതിരിക്കാം. ഭക്ഷണം തയ്യാറാണ്. മാംസം കഴിക്കുന്നവരും സസ്യം കഴിക്കുന്നവരും വെവ്വേറെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടതാണ്. എങ്ങനെയായിരിക്കും ജീവികൾ ഇരുന്നിട്ടുണ്ടാവുക? തരം തിരിച്ചെഴുതാം എന്നാണ് പറയുന്നതല്ലേ. നോക്കൂ. മാംസം കഴിക്കുന്നവർ, സസ്യം കഴിക്കുന്നവർ, സസ്യവും മാംസവും കഴിക്കുന്നവർ. ഒരുപാട് ജീവികളുടെ പേര് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവരെ നമുക്ക് തരം തിരിച്ച് എഴുതി നോക്കാം കേട്ടോ. മാംസം കഴിക്കുന്നവർ സിംഹം, പുലി, കടുവ, കുറുക്കൻ, ചെന്നായ, കഴുകൻ, പരുന്ത്, മുതല. സസ്യം കഴിക്കുന്നവർ ആന, മാൻ, ജിറാഫ്, സീബ്ര, കാണ്ടാമൃഗം, മുയൽ, പശു, ആട്, എരുമ. സസ്യവും മാംസവും കഴിക്കുന്നവർ കരടി, കുരങ്ങ്, പൂച്ച, കാക്ക, നായ, കോഴി, പന്നി. മക്കൾക്ക് ഇനി ഒരുപാട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 10.6 ഇതെന്താണ്? ഒരു പദപ്രശ്നമാണല്ലേ. അപ്പോൾ നമ്മളോട് നമുക്കൊരുപാട് പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്.
അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ടല്ലേ. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വലത്തോട്ട്. പാറ പോലെ വയറുണ്ട്, തൂണ് പോലെ കാലുണ്ട്, ചൂല് പോലെ വാലുണ്ട്, മുറം പോലെ ചെവിയുണ്ട്. ആരാണത് മക്കളെ? ആനയാണല്ലേ. അപ്പോൾ വലത്തോട്ട് 1 എന്ന് നമ്പർ ഇട്ട് അവിടെ ആന എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. മക്കൾ കണ്ടോ, ഇങ്ങനെയാണ് ആന എന്ന് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. മുറുക്കി ചുവപ്പിച്ച മുത്തശ്ശി, പച്ചയുടുപ്പിട്ട മുത്തശ്ശി, കതിരുകൾ കൊത്തും മുത്തശ്ശി, കൊഞ്ചിപ്പറയും മുത്തശ്ശി. ആരാണത്? തത്തമ്മയാണല്ലേ. അപ്പം നമുക്ക് താഴേക്ക് വലത്തോട്ട് 2 എന്ന് എഴുതി അവിടെ തത്ത എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കറുത്ത വരയൻ കുപ്പായം, മഞ്ഞക്കുപ്പായം, നീണ്ടൊരു വാലും വലിയൊരു തലയും, നീണ്ടു നിവർന്നു വരുന്നൊരു വീരൻ, പൂച്ചയിൽ ഏറ്റവും വലിയവൻ എന്നാൽ പൂച്ചയല്ലിവൻ ആരാവാം? അപ്പം ആരാണ് മക്കളെ അത്? പൂച്ചയല്ല, പക്ഷേ പൂച്ചയെ പോലെയാണല്ലേ. കറുത്ത വരയും മഞ്ഞക്കുപ്പായം ഒക്കെ അണിഞ്ഞത് ആരാണ്? കടുവയാണല്ലേ. അപ്പം മക്കൾ വലത് 3 എന്ന് എഴുതി അവിടെ കടുവ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. നാലാമത്തെ എന്താണ്? പൂവുകൾ തോറും മൂളി നടക്കും, തേൻ കുടിക്കും ഞാനാര്? ആരായിരിക്കും? വണ്ടാണല്ലേ. അഞ്ചാമത്തത് ചില്ലകൾ തോറും ചാടും ഞാൻ, ചിൽ ചിൽ പാടി നടക്കും ഞാൻ. ആരാണ് മരത്തിൽ ചാടി നടക്കുന്നത്? അണ്ണാനാണ്. അപ്പോൾ 5 എന്ന് എഴുതി അവിടെ അണ്ണാൻ എന്ന് എഴുതാം കേട്ടോ. അടുത്തത് നോക്കൂ. താഴോട്ട്. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ഇതാരെക്കുറിച്ചാണ് മക്കളെ പറയുന്നത്? ആമയെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ താഴോട്ട് 1 താഴോട്ട് എന്തെഴുതണം? ആമ എന്നെഴുതണം. നെക്സ്റ്റ് 2. കരയിലുമുണ്ടൊരു വീട്, നീരിലുമുണ്ടൊരു വീട്, വീടുകൾ തോറും ചാടി നടക്കും, പോക്രോം പോക്രോം ഞാനാര്? ആരാണ് മക്കളെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന പേക്രോം പേക്രോം എന്ന് പറയുന്നത്? തവളയാണല്ലേ. അപ്പോൾ താഴെ 2 എന്നവിടെ താഴോട്ട് തവള എന്ന് എഴുതി കൊടുക്കണം. മൂന്നാമത്തെ നോക്കൂ. തേനിൻ കൂടുകൾ തേടി നടക്കും, കറുത്ത കമ്പിളി കുപ്പായക്കാരൻ. ആരാത് തേൻ കുടിക്കുന്നത്? കരടിയാണല്ലേ. അപ്പോൾ 3 എന്ന് എഴുതി കൊടുത്ത് താഴേക്ക് കരടി എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. 6. കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു, പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല. ഇഴഞ്ഞു വരുന്ന കൊമ്പൻ കാള ആരാണ്? ഒച്ചാണല്ലേ. 6 എന്നെഴുതി അവിടെ താഴേക്ക് ഒച്ച എന്ന് എഴുതി കൊടുക്കുക. ഏഴാമത്തത് തുള്ളിച്ചാടി നടക്കും ഞാൻ, ചില്ലകൾ പോലെ കൊമ്പുണ്ട്, പുല്ലാണെന്നുടെ ആഹാരം ഞാൻ ആരെന്ന് പറയാമോ? ആരാണത്? മാനാണല്ലേ. അപ്പോൾ മാൻ എന്ന് എഴുതണേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 10.7. പാടി രസിക്കാം. ശേഷം. കുഞ്ഞൻ മത്തി കരഞ്ഞു അമ്മേ, കുറ്റപ്പേര് വിളിച്ചെന്നെ. ആര് വിളിച്ചു കുറ്റപ്പേര്? ഞണ്ടിൻ കുഞ്ഞു വിളിച്ചമ്മേ. എന്തു വിളിച്ചു കുറ്റപ്പേര്? ശശമെന്നെ വിളിക്കുന്നു. കുഞ്ഞനെ അമ്മ ചിറകിൽ ചേർത്ത് ഉമ്മ കൊടുത്തു ചിരിച്ചല്ലോ. ശശമെന്നാല് അത് കുറ്റപ്പേരല്ലെന്നറിയണം കുഞ്ഞുങ്ങൾ. ശശവും മീനും മത്സ്യവുമെല്ലാം നമ്മുടെ പേരെന്നറിയല്ലേ. എന്താണ്? ശശം എന്ന് പറഞ്ഞാലും മത്സ്യം എന്ന് പറഞ്ഞാലും മീൻ തന്നെയാണ്. എല്ലാം മീനിൻ്റെ പേര് തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അതിന് താഴെ നോക്കൂ. കവിത വായിച്ചല്ലോ, കവിതയിലെ സന്ദർഭം സംഭാഷണ രൂപത്തിലാക്കാം. കുഞ്ഞെ നീ എന്തിനാ കരയുന്നേ? അമ്മേ, എന്നെ കുറ്റപ്പേര് വിളിച്ചു. ആരാ കുറ്റപ്പേര് വിളിച്ചത്? അപ്പോൾ കുഞ്ഞെന്താ പറഞ്ഞ? ഞണ്ടിൻ കുട്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പം അമ്മ എന്ത് പറയും? എന്താണ് നിന്നെ വിളിച്ചത്? എന്താ മറുപടി പറഞ്ഞിട്ടുള്ളത്? ശശം എന്ന് വിളിച്ചു. അപ്പം അമ്മ എന്താ പറഞ്ഞ്? അത് കുറ്റപ്പേരല്ല കുഞ്ഞെ, നമ്മുടെ പേര് തന്നെയാ. മീനിൻ്റെ ഉള്ളിൽ നോക്കൂ, എന്തൊക്കെ പേരുകളുണ്ട് മീനിന്? ശശം, മത്സ്യം, മീൻ. ഇത് 3ഉം ഒരു മത്സ്യത്തിൻ്റെ പേര് തന്നെയാണല്ലേ. അപ്പോൾ ചെറിയൊരു യൂണിറ്റാണിത്. മക്കൾക്ക് എല്ലാവർക്കും ഇതിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്